ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന റിസൾട്ടുകളിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കൊടുത്തിരിക്കുന്ന രണ്ട് റിസൾട്ടുകൾ നമുക്ക് നോക്കാം. ഒന്ന് സുന്ദരം ഫിനാൻസ് ആണ്. 53,694 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. നമുക്ക് ഇവരുടെ ഫണ്ടമെന്റൽ ഒന്ന് അനലൈസ് ചെയ്യാം. ROC 5 വർഷത്തെ 8.82 നിന്ന് 3 വർഷത്തെ ആവറേജ് 9.43, ഇപ്പോൾ 9.44. ഓക്കെ, ROE 14.62 നിന്ന് 14.86 ആവുന്നു, 15.01 ആവുന്നു. ഓക്കെ, ഇൻഡസ്ട്രി പിന്നെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന PE റേഷ്യോ ആണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നോക്കേണ്ട കാര്യമില്ല, കാരണം ഫിനാൻസ് കമ്പനിയാണ്. 2639 ആണ് അതിന്റെ ഇൻട്രൻസിക് വാല്യൂ. 4828 ആണ് മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നത്. റിസൾട്ടിലേക്ക് പോവാം. ടോപ്പ് ലൈൻ ഗ്രോത്ത് 2349 കോടിയാണ് റവന്യൂ വന്നിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത് അത് 2644 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. നെറ്റ് ഫിനാൻസിംഗ് പ്രോഫിറ്റ് 627 കോടിയിൽ നിന്ന് 818 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഫിനാൻസിംഗ് മാർജിൻ 27% നിന്ന് 31% ആയിട്ട് ഫിനാൻസിംഗ് മാർജിൻ കൂടിയിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഒരു മറ്റേ ഈക്വൽ ആയിട്ട് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. OP മാർജിൻ ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷേ ഇയർ ഓൺ ഇയർ വളരെ ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ഇൻവെസ്റ്റേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടർ സ്റ്റേബിൾ ആണ്. FII ചെറിയ രീതിയിൽ കുറച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകാർ ചെറിയ രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ സ്റ്റേബിൾ ആണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അടുത്ത് GE ഷിപ്പ് ആണ്. 19,966 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. 5.33, ചെറിയൊരു PE റേഷ്യോ ഉള്ള കമ്പനിയാണ്. ഡിവിഡൻഡ് yield 2.51% ഉണ്ട്. നമുക്ക് അവരുടെ ഫണ്ടമെന്റൽ നോക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ആണ്, അറിയാലോ. 15.30 ആണ് ഇവരുടെ 5 വർഷത്തെ ROC എങ്കിൽ ഇപ്പം 16.05 ആണ്. 3 വർഷത്തെ. പിന്നെ ഇപ്പം നിൽക്കുന്ന 15.79. ROE 17 നിന്ന് 16.61 ആവുന്നു, ഇപ്പൊ 15.93 ആവുന്നു. ROCയിലും ROEയിലും ചെറിയൊരു പ്രഷർ കാണാൻ കഴിയും. അപ്പം നമുക്ക് അതിന്റെ ബാക്കിയുള്ള ഫണ്ടമെന്റലൊക്കെ നോക്കി വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. ഓക്കെ, നമുക്ക് കടം കുറവാണ്, കുഴപ്പമൊന്നുമില്ല. 2184 ആണ് ഇൻട്രൻസിക് വാല്യൂ. അതിന്റെ പകുതിക്കടുത്താണ് നിൽക്കുന്നത് അതിന്റെ മാർക്കറ്റ് റേറ്റ്. അതുപോലെ ബുക്ക് വാല്യൂ 1188. ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് വളരെ ഫേവറേറ്റ് അണ്ടർ വാല്യൂ ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. നമുക്ക് റിസൾട്ട് നോക്കുവാണെങ്കിൽ 643 ആണ് കഴിഞ്ഞ വർഷം ജൂണിലെ പ്രോഫിറ്റ് എങ്കിൽ ഇപ്പോഴാണ് ഇരട്ടിയാക്കി മുകളിലായിട്ടുണ്ട്. 1338 പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. 54 OP മാർജിൻ, 67. ഇയർ ഓൺ ഇയർ ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വളരെ ബെറ്റർ ആയിട്ടൊരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഇരട്ടിക്ക് മുകളിലൊരു ഗ്രോത്ത് ആണ് ഇയർ ഓൺ ഇയർ കൊടുത്തിരിക്കുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറും വളരെ മെച്ചപ്പെട്ടൊരു പെർഫോമൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരുടെ ജസ്റ്റ് ഇവരുടെ ഫണ്ടമെന്റൽ ഒരു അനാലിസിസ് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ FY 26 ഇവരുടെ മാർജിൻ മീൻസ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2943 ആണ് കോടിയാണ് നെറ്റ് പ്രോഫിറ്റ്. ഈ കമ്പനിയുടെ 2943 കോടി രൂപ ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ കമ്പനിക്ക് 19,966 അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ എന്ന് പറയുമ്പോൾ അവരുടെ എത്രയാണ് 5.33 ടൈംസ് ആണ് അവരുടെ PE റേഷ്യോ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എത്ര അണ്ടർ വാല്യൂ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ബാക്കി അപ്പൊ എന്തുകൊണ്ട് ഇത് അണ്ടർ വാല്യൂ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ബാക്കിയുള്ള അവരുടെ ഇൻവെസ്റ്റർ പ്രസന്റേഷനും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ ഒരു ഇതിലെത്തണം. ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ അതിനനുസരിച്ച് തീരുമാനം എടുക്കണം. എന്തായാലും പ്രൊമോട്ടർ ഹോൾഡിംഗ് 30% സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. FII നല്ല രീതിയിൽ ഒരു കൂട്ടർ കൂടിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകാർ ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ ആക്ച്വലി കുറവാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അണ്ടർ വാല്യൂ ആണ്. FII ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും പോസിറ്റീവ് ആണ്, നല്ല റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. 3 കാര്യങ്ങൾ പോസിറ്റീവ് ആണ്. ഈ ബാക്കിയുള്ള നമ്മളവരുടെ ഗൈഡൻസും കാര്യങ്ങളും റേറ്റിംഗും കാര്യങ്ങളെല്ലാം നോക്കി തീരുമാനം എടുത്താൽ മതി. ഓക്കെ, നമുക്കപ്പോൾ നാളെ അടുത്ത വരുന്ന റിസൾട്ടുകളുമായിട്ട് നാളെ കാണാം. താങ്ക് യു.